സിനിമയുമായി ബന്ധപ്പെട്ട് ഈ ലഹരിയുമായി വലിയ വാർത്തകളൊക്കെയാണ് വരുന്നത്, വലിയ വിവാദങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമാ സെറ്റുകളിലൊക്കെ അത്തരത്തിലേക്ക് ലഹരിയുടെ ഉപയോഗം വരുന്നു എന്ന് പറഞ്ഞാൽ സർക്കാരിന് യഥാർത്ഥത്തിൽ ഒരു ഫലപ്രദമായ ഒരു നിയന്ത്രണത്തിലേക്ക് പറയുന്നതിനപ്പുറം കൊണ്ടുവരാൻ എന്താണ് കഴിയാത്തത്? ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കുള്ള നിയമം എല്ലാ മേഖലയിലും ഒരുപോലെയാണ് ബാധകമാകുന്നത്. സിനിമാ രംഗത്തിന് പ്രത്യേക നിയമമില്ല. ഇതിനുള്ള നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു സിനിമാ പോളിസി നമുക്ക് ആവശ്യമാണ്. കുറച്ച് നിയമപരമായ ഇടപെടൽ നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഇവിടെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ നടത്താൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ മേഖല എല്ലാവരുമായി നമ്മൾ ചർച്ച നടത്തി. അതിനുവേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു, അവർ പ്രപ്പോസൽ തന്നിട്ടുണ്ട്. അത് ഫൈനലൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഇവരെല്ലാം കൂടെ വിളിച്ചു കൂട്ടിയൊരു കോൺക്ലേവ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായി കേരളത്തിൽ ഒരു ഇടപെടൽ വരുമ്പോൾ, നിയമനിർമ്മാണം ഉൾപ്പെടെ പോളിസി ഉൾപ്പെടെ വരുമ്പോൾ, ഈ രംഗത്ത് ഇപ്പം നിൽക്കുന്ന പല പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണും. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇടത് സർക്കാരാണ് ഭരിക്കുന്നത്, അതുകൊണ്ട് കർശനമായ നടപടികൾ ഉണ്ടാവും, സ്ത്രീപക്ഷ നിലപാടുകളൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഒരു പ്രതീക്ഷ പൊതുവെ കേരളത്തിലുണ്ടായിരുന്നു പറയാം. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് ഒത്തുയരാൻ യഥാർത്ഥത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. തീർച്ചയായിട്ടും വിമർശനങ്ങളില്ലേ? തീർച്ചയായിട്ടും ഒന്നും ഞങ്ങൾ മറച്ചു വെച്ചിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവർ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ തന്നെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇത് പരസ്യപ്പെടുത്തരുത്. അത് മാത്രമേ ഉള്ളൂ. കോടതിന് മുമ്പായിരുന്നു, കോടതി പറഞ്ഞു. കോടതിയല്ല, അതിന് മുമ്പ് തന്നെ പിന്നെ ബന്ധപ്പെട്ട ഏജൻസി പറഞ്ഞു അത് പുറത്തു വിടണമെന്ന് പറഞ്ഞു. അത് പുറത്തു വിടണമെന്ന് പറഞ്ഞപ്പോൾ ഒരു തർക്കമില്ലാതെ അത് പുറത്തു വിടാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ കോടതി മുമ്പ് ഹാജരാക്കാൻ പറഞ്ഞു. ഞങ്ങൾ കോടതി മുമ്പ് ഹാജരാക്കി. അത് പിന്നെ പൊതുസമൂഹത്തിന് കിട്ടത്തക്ക രൂപത്തിലുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ഒന്നും ഞങ്ങൾ മറച്ചു വെച്ചിട്ടില്ല. അതിന്മേൽ തുടർ നടപടി എല്ലാം ചെയ്യുന്നത് കോടതിയാണ്. കോടതിന് മുമ്പ് നിൽക്കുന്ന കാര്യമാണ്. അതിൽ എന്തെങ്കിലും ഒരു തീരുമാനം കോടതി എടുക്കണമെന്ന് പറഞ്ഞതിൽ നോ എന്ന ആൻസർ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, നമ്മൾ എടുക്കാതിരുന്നിട്ടില്ല. ഞങ്ങളെ ആലപ്പുഴയിൽ നിന്നുള്ള നിലയ്ക്കൂടി ഈ BDJs രൂപപ്പെട്ട കാലത്ത് വെള്ളാപ്പള്ളിയുടെ ആശീർവാദത്തോടു കൂടി ഉണ്ടായ BDJs ആണ്. ആ കാലത്ത് VS അച്യുതാനന്ദൻ മുന്നിൽ നിന്നുകൊണ്ട് അന്ന് പിണറായി വിജയനും ഒക്കെ അവർ രണ്ടുപേരും അതിനിശ്ചിതമായ രീതിയിലേക്ക് വെള്ളാപ്പള്ളി നടേശനെതിരെ വിമർശനം ഉന്നയിച്ചാണ് സംഘപരിവാർ അജണ്ടയിലേക്ക് അതും ഒരു പ്രത്യേകിച്ച് SNDP പോലുള്ള പ്രസ്ഥാനത്തെ കൊണ്ടുപോകുന്നു എന്നുള്ളത്. പക്ഷേ പിന്നീട് വെള്ളാപ്പള്ളി നടേശൻ ഇടത് പാർട്ടികൾ CPM-ആയിട്ടൊക്കെ അടുപ്പമുണ്ടാവുകയും ആ തരത്തിലേക്ക്. പക്ഷേ കഴിഞ്ഞ തവണയൊക്കെ അടക്കം CPM-ന് ഏറ്റവും നിർണായക സ്വാധീനമുള്ള ആലപ്പുഴയായാലും, താങ്കളുടെ ജില്ല ആലപ്പുഴയായാലും ആറ്റിങ്ങലൊക്കെ ആയാലും ഈ രണ്ട് സ്ഥലത്തും ഇടത് വോട്ടിൽ വലിയ തോതിലുള്ള ചോർച്ച BJP-ലേക്ക് ഒക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പോഴും ഒരു പക്ക വർഗീയത എന്ന് പറയാവുന്ന ഒരു പരാമർശം വെള്ളാപ്പള്ളി നടേശൻ നടത്തുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അതിനെ ആ തരത്തിൽ വിമർശനം ഉണ്ടാവുന്നില്ല, അതിനെ അംഗീകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ പാർട്ടിയും ഈ വെള്ളാപ്പള്ളി നടേശനുമായിട്ടൊക്കെ ഒരു പാലമായി നിൽക്കുന്നത് എല്ലാ കാലത്തും സജി ചെറിയാനാണ് എന്നൊരു പുറത്ത് അങ്ങനെ എന്തായാലും ഒരു പേരുണ്ട്. ഇല്ല, വെള്ളാപ്പള്ളി സാറുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായ നല്ല സൗഹൃദമുണ്ട്. അത് ദീർഘകാലമായിട്ടുള്ളൊരു ബന്ധം, ആലപ്പുഴ ജില്ലക്കാരനെന്നുള്ളൊരു ബന്ധം. അദ്ദേഹത്തിൻ്റെ ഒരു അറിവോടെയാണ് BDJs രൂപീകരിച്ചതെന്ന് ശരിയാണ്. പക്ഷേ CPM-ൻ്റെ നേതൃത്വം ശക്തമായി അതിനെതിരെ രംഗത്ത് വന്നുകൂടി അദ്ദേഹം അതിനകത്ത് പിന്മാറി. അതൊരു വസ്തുതയാണ്. പക്ഷേ തുഷാർ അതിൻ്റെ ഭാരമായിട്ടിരിക്കുന്നുണ്ട്. അത് അദ്ദേഹം പറയണോ പറഞ്ഞിട്ടോ അല്ല, അതൊരു വേറൊരു സംവിധാനം, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടത് ഓർഗനൈസ് ചെയ്ത് പോയി. അതിനുശേഷം വെള്ളാപ്പള്ളി സാർ എടുത്തിട്ടുള്ള നിലപാടുകളിൽ ഇടതുപക്ഷത്തിന് വിരുദ്ധമായ നിലപാടുകൾ വളരെ കുറവാണ്. ഇപ്പം 100 കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ ഒരു 30 കാര്യങ്ങൾ ചിലപ്പോൾ എതിര് കാണും, പക്ഷേ ഭൂരിപക്ഷം അനുകൂലമാണ്. ഗവൺമെൻറ് ഒരുപാട് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ വിമർശനം അത് ഉന്നയിക്കാറുണ്ട്. CPM-നെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യാറുണ്ട്, എന്നാൽ വിമർശനം ഉന്നയിക്കാറുണ്ട്. അത് സമുദായത്തിൻ്റെ നേതാവെന്ന് അദ്ദേഹം മാത്രം കണ്ടാൽ മതി. പക്ഷേ BDJs-ന് വേണ്ടി അദ്ദേഹം വാദിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല. BJP-ക്ക് വേണ്ടി അത്തരത്തിലൊരു വാദം ഉണ്ടാകുന്നത്. BJP ഈ അടുത്ത കാലത്തൊന്നും ഈ കേരളത്തിൽ ഇലക്ഷൻ ജയിക്കില്ല എന്ന് ഈ അടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു, വെറുതെ മത്സരിക്കുക എന്ന്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി അദ്ദേഹം പറയാറുണ്ട്. അപ്പം അദ്ദേഹം ഒരു ഇടതുപക്ഷ വിരുദ്ധനാണെന്നുള്ള ധാരണ എനിക്കില്ല. എന്നാൽ ഇടതുപക്ഷക്കാരനാണെന്ന് ചോദിച്ചാൽ അതൊരു സമുദായ നേതാവാണ്, ഇടതുപക്ഷക്കാരനാണെന്ന് പറയാനും പറ്റില്ല, സമുദായത്തിൻ്റെ ഭാഗത്ത് പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി ഞങ്ങളെ ആക്രമിച്ച് തകർക്കാൻ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടത്തി ഹീനമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടാത്തിടത്തോളം കാലം ഞങ്ങളെന്തിനാണ് ആ മനുഷ്യനെ മോശപ്പെടുത്താനും ഇല്ലായ്മ ചെയ്യാനും ശ്രമിക്കേണ്ടതായി? ഞങ്ങളെന്തിനാണ് ശ്രമിക്കുന്നത്? ഞങ്ങൾക്ക് ദോഷമായിട്ട് അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ലല്ലോ. രാഷ്ട്രീയമായി ഞങ്ങൾക്ക് ദോഷമായിട്ടൊന്നും ചെയ്യാത്തിടത്തോളം കാലം ഞങ്ങൾ അദ്ദേഹത്തെ വ്യക്തിപരമായി അല്ലെങ്കിൽ സമുദായപരമായി കൈകാര്യം ചെയ്യാൻ CPM-ന് കൊണ്ടൊരു കാര്യമില്ല. അപ്പം ഞങ്ങളുടെ നിലപാടെന്താ? അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പിന്തുണയ്ക്കുക. അദ്ദേഹം ഏതെങ്കിലും കാര്യങ്ങളിൽ ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത സ്വീകാര്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുക.
ഈ നിലപാടാണ് CPM എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞു, ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത ചില കാര്യങ്ങൾ വന്നു എന്ന് തോന്നിയപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ അഭിപ്രായം പറഞ്ഞു, അദ്ദേഹം മറുപടിയും പറഞ്ഞു, ആ പ്രശ്നം അവിടെ തീർന്നു. ഈ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നു പറഞ്ഞാൽ, മുഖ്യമന്ത്രി ചേർത്തല അദ്ദേഹത്തിൻ്റെ 30 വർഷത്തെ SNDP ജനറൽ സെക്രട്ടറി സ്ഥാനം അതിൻ്റെ സ്വീകരണത്തിന് ചെന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി കൃത്യമായ ഒരു ഉജ്ജ്വല പ്രസംഗമായിരുന്നു, കൃത്യമായ നിലപാട് പറഞ്ഞു. അതിനുശേഷം ആ പ്രസംഗത്തിൽ തന്നെ ഇന്നത്തെ വർത്തമാനകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞു. അതിനപ്പുറത്തേക്ക് നമ്മളെന്താ പറയേണ്ടത്? അദ്ദേഹം പറഞ്ഞൊരു കാര്യം അദ്ദേഹം തന്നെ ക്ലാരിഫൈ ചെയ്തു. ഞാൻ ഏതെങ്കിലും സമുദായത്തെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, ഞാനൊരു രാഷ്ട്രീയ പാർട്ടി ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്ന് അദ്ദേഹം തന്നെ ക്ലാരിഫൈ ചെയ്തതിന് ശേഷം നമ്മളെന്തിനാണ് അദ്ദേഹത്തിന് വെക്കിട്ട് കയറാൻ പോകുന്നത്? അപ്പം ഞങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലവിലില്ല. ഞങ്ങളും അദ്ദേഹവുമായി നല്ല സൗഹാർദ്ദത്തിൽ പോകുമ്പോൾ മറ്റു പലർക്കും ആ സൗഹാർദ്ദം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള അവസ്ഥ. ഇപ്പോൾ ഉദാഹരണം UDF-നോ കോൺഗ്രസിനോ ആ സൗഹാർദ്ദം കിട്ടുന്നില്ല, അതിൽ ഇഷ്ടപ്പെടുന്നില്ല. വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് UDF-ഉം കോൺഗ്രസും എടുത്തിട്ടുള്ള നിലപാടാണ്. വോട്ടിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഒരു വോട്ടിൻ്റെ നഷ്ടം ഉണ്ടാകുന്നത് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കിലേക്കാണ് ഈ BJP കടന്നു കയറുന്നത്. അല്ല, ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കിലേക്ക് BJP കടന്നു കയറി എന്ന് നമുക്ക് പറയാൻ പറ്റൂ. കാരണം കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ഞങ്ങൾ തുടർഭരണം വന്നപ്പോൾ നമ്മൾ കാണുന്ന ലോക്സഭ ഇലക്ഷൻ്റെ രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയം, അങ്ങനെ ജനങ്ങൾ കേരളത്തിൽ വോട്ട് ചെയ്യുന്ന രീതി അത് കോൺഗ്രസിന് UDF-ന് അനുകൂലമാണ്. നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഞങ്ങൾക്ക് അവിടെ ഒരു അപ്രമാദിത്യം ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, വസ്തുതയായിട്ട് പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വളരെ സങ്കീർണമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് ഞങ്ങൾ ലോക്സഭയിൽ കടന്നു പോകുന്നത്. അതേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2014 ഞങ്ങൾ തോറ്റ് തുന്നം പാടി ഇതിനേക്കാൾ മോശപ്പെട്ട പെർഫോമൻസ് കാണിച്ചതിന് ശേഷമാണ് 2016 തെരഞ്ഞെടുപ്പ് ഞങ്ങൾ തൂത്തുവാരി കയറിയത്. അത് കഴിഞ്ഞ് 19 ഞങ്ങൾ തോറ്റ് തുന്നം പാടി വീട്ടിലിരിക്കുമ്പോഴാണ് 21 ഞങ്ങൾ വൻ വിജയം നേടിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് കേരളത്തിൽ നടക്കുന്ന അസംബ്ലി ഇലക്ഷൻ, തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ, പാർലമെൻറ്റ് ഇലക്ഷൻ വ്യത്യസ്തമാണ്. അത് പരമ്പരാഗതമായ CPM വോട്ടുകളോ ഇടതുപക്ഷ വോട്ടുകളോ പോവില്ല. എന്നാൽ ലോക്സഭയിലേക്ക് നടക്കുമ്പോൾ ഞങ്ങൾക്ക് ചെയ്തുകൊണ്ടിരുന്ന ചില വോട്ടുകൾ പോവും. അത് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വരുന്നതാണ്. ഈ എമ്പുരാൻ പോലെ ഒരു സിനിമ വരുന്നു. ആ സിനിമയിൽ യഥാർത്ഥത്തിൽ വലിയൊരു ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ ഉന്നയിക്കുന്നു. മോഹൻലാലും പൃഥ്വിരാജും ഗോകുലം ഗോപാലിനൊക്കെ ഇപ്പോൾ ഉള്ളൊരു മുന്നിൽ നിൽക്കുന്നൊരു സിനിമയാണ്. പക്ഷേ അവർക്ക് പോലും ആ സിനിമയുടെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ അത് കേരളത്തിൽ അടക്കം ഉണ്ടാകുന്നത്. ഏതെങ്കിലും തരത്തിൽ പരസ്യമായി ചോദിച്ചാൽ നിയമപരമായിട്ട് ആരും കട്ട് ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ അങ്ങനത്തെ ഒരു ഭീഷണിയുടെ അല്ലെങ്കിൽ ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷമൊക്കെ ഉണ്ടാകുന്നു. ഇത് സാംസ്കാരിക രംഗത്ത് അതിനൊരു വലിയ പ്രതിരോധമൊക്കെ വരേണ്ടതല്ലേ? അത് എന്നൊരു മുൻകൈ സാംസ്കാരിക മന്ത്രി എന്ന നിലയിൽ കൂടി എടുക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ ആ കാര്യത്തിൽ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. ഞങ്ങൾ സ്വീകരിച്ചത് കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി, മന്ത്രി എന്നതിൽ ഞാനും, പാർട്ടി എന്നതിൽ CPM, ഇടതുപക്ഷം എല്ലാം ശക്തമായ നിലപാട് സ്വീകരിച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യണമെന്നുള്ള സംഘപരിവാറിൻ്റെ അജണ്ട തന്നെയാണ്. ആർക്കാ സംശയം? കേരളമാണ് ഇതിൽ പ്രതിരോധിച്ച് നിൽക്കുന്നത്. അത് ഇടതുപക്ഷം ഉള്ളതുകൊണ്ടാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും സ്റ്റേറ്റിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള കരുത്ത് ഇപ്പോൾ ആർക്കെങ്കിലും ഉണ്ടോ? കോൺഗ്രസിനുണ്ടോ? ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിലുള്ള ഏതെങ്കിലും കക്ഷികൾക്കുണ്ടോ? കേരളത്തിൽ ഇത് ഇപ്പം എതിർത്ത് നിൽക്കുന്നതിൻ്റെ കാരണം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഉള്ളതുകൊണ്ടും ഇടതുപക്ഷത്തിൻ്റെ ശക്തിയും കൊണ്ടുമാണ്. അങ്ങനെ ശക്തിയുള്ള സ്റ്റേറ്റിൽ പോലും ഇതാണ് കാണിക്കുന്നത്. ഭയപ്പെടുത്തി തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് അവിടെ അവർക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുത്ത് അത്തരം ഭാവിയിലും ഒരാൾ സിനിമ എടുക്കാൻ പോയാൽ ഭയപ്പെടുത്തി തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് തങ്ങൾക്ക് വേണ്ടി സാഹിത്യം രചിക്കണം, കഥ എഴുതണം, കവിത എഴുതണം, സിനിമ നിർമ്മിക്കണം, നാടകം കളിക്കണമെന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു ഭീഷണിപ്പെടുത്തുന്ന സ്വരമുണ്ടായി. അപ്പോഴാണ് എമ്പുരാൻ നിർമ്മിച്ച ആളിനോടും സംവിധാനം ചെയ്ത ആളിനോടും അഭിനയിച്ചവരോടൊക്കെ അവരവരുടെ കേന്ദ്ര ED അടക്കമുള്ള സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭീഷണിക്ക് വന്നത്, റെയ്ഡ് നടത്തിയത്. അതിനെതിരെ ഒരു പ്രതിരോധ സമിതി കേരളത്തിൽ എൻ്റെ അധ്യക്ഷത രൂപീകരിച്ചത്. ആ സമിതി നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം കേരളത്തിൽ ക്യാമ്പയിൻ നടക്കാൻ പോവുകയാണ്.